നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ അയാൾക്ക് അള്ളാഹു ദീനിൽ ഫിഖ്ഹ് നൽകുന്നതാണ്, അവഗാഹം നൽകുന്നതാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഒരാൾ ദീനിന്റെ സദസ്സുകളിലേക്ക് പോകുന്നത് കണ്ടാൽ, പണ്ഡിതന്മാരുടെ പിറകിൽ അവരുമായി ദീനിന്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് സഹവസിക്കുന്നത് കണ്ടാൽ, ദീൻ പഠിക്കുന്നതിനു വേണ്ടി ഒരു യുവാവ് ശ്രമിക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളുക, അള്ളാഹു അയാൾക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അയാൾ ദീനു പഠിക്കുക എന്നതിന് പ്രാധാന്യം കൽപ്പിക്കുക എന്നത്. മാത്രമല്ല ഉലമാക്കളിൽ ചിലർ പറഞ്ഞു, വമൻ ലം യുരിദില്ലാഹു ബിഹി ഖൈറ ലം യുഫഖിഹുഹു ഫിദ്ദീൻ. ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു അവന് ദീനിൽ അവഗാഹം നൽകുന്നതല്ല. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് അള്ളാഹു ദീൻ പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ പഠിക്കുന്ന മാർഗത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു എങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കുക. ആ മാർഗത്തിൽ അള്ളാഹു നിന്നെ ഉറപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടി നീ പ്രാർത്ഥിക്കുക.